കായംകുളത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽപ്പെടുന്ന ഐക്യ ജംഗ്ഷൻ മുതൽ തൃക്കുന്നപ്പുഴ വരെയോളം പോകുന്ന സിഡിനെറ്റിന്റെ കൺട്രോൾ റൂമിൽ നിന്നുള്ള മെയിൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ പലയിടത്തും മുറിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കായംകുളം സിഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പരാതി നൽകി. KCB അധികൃതർക്കും പോലീസിനുമാണ് പരാതി നൽകിയത്. കായംകുളത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽപ്പെടുന്ന ഐക്യ ജംഗ്ഷൻ മുതലുള്ള പ്രദേശത്തു കൂടി കടന്നുപോകുന്ന സിഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൺട്രോൾ റൂമിൽ നിന്നുള്ള മെയിൻ ഒപ്റ്റിക്കൽ ഫൈബർ പലയിടത്തും മുറിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കായംകുളം സിഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് KCB കായംകുളം അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും കായംകുളം പോലീസ് SHOയ്ക്കും പരാതി നൽകി. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഐക്യ ജംഗ്ഷന് സമീപവും പുല്ലുകുളങ്ങരയിലും ചില KCB ജോലിക്കാർ എത്തി യാതൊരു കാരണവും കൂടാതെ മെയിൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ പല ഭാഗത്തും മുറിച്ചു മാറ്റിയതായി കണ്ടെത്തുന്നതെന്ന് കായംകുളം സിഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ റിയാസ് നൈനാരേത്ത് പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഡൽഹിയിൽ നടക്കുന്ന വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാകാം ഇത്തരത്തിലുള്ള പ്രവൃത്തിയെന്നും സിഡിനെറ്റ് ചെയർമാൻ പറഞ്ഞു. കഴിഞ്ഞ 9-ാം തീയതി കായംകുളം സിഡിനെറ്റിൽ നിന്ന് കൊച്ചിടചട്ടി, അഴീക്കൽ, ആറാട്ടുപുഴ, പുല്ലുകുളങ്ങര, അതുപോലെ തന്നെ ഐക്യ ജംഗ്ഷൻ, കോളേജ് ജംഗ്ഷൻ ഭാഗങ്ങളിലേക്ക് പോകുന്ന മെയിൻ ഫൈബർ ഒരു കാരണവുമില്ലാതെ കായംകുളം KCB ജോലിക്കാർ അവിടെ എന്തോ ജോലി ചെയ്യാനായിട്ട് വരികയും നമ്മളുടെ മെയിൻ ഫൈബർ മുറിക്കുകയും ചെയ്തു. ന്യൂഡൽഹിയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന സമയം, ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫൈബർ അറിഞ്ഞുകൊണ്ട് മുറിക്കുകയാണ് ചെയ്തത്. ഈ 4 മണിക്ക് കട്ട് ചെയ്ത ഫൈബർ പുനഃസ്ഥാപിച്ചത് ഏതാണ്ട് രാത്രിയിൽ 9:30 മണിക്ക് ശേഷമാണ്. KCB ഇന്നല്ല, ഏതാണ്ട് വർഷങ്ങൾ കൊണ്ട് ഞങ്ങളെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതിന് വ്യക്തമായ ഒരു അറിഞ്ഞു വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ കായംകുളം SHOയ്ക്കും ഞങ്ങൾ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയും, സനീഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ, കട്ട് ചെയ്ത അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയും നാളെ രാവിലെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 4 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ഒരു വർഷം സിഡിനെറ്റിൽ നിന്ന് KCBക്ക് പോസ്റ്റിൻ്റെ ഇനത്തിൽ അടയ്ക്കുന്നത്. ഇതിന് വ്യക്തമായ നിയമ നടപടിയിലേക്ക് ഞങ്ങൾ പോകും എന്ന് അറിയിക്കുകയാണ്. കേബിളുകൾക്ക് നാശം സംഭവിച്ചതോടെ പടിഞ്ഞാറൻ മേഖലയിൽ മണിക്കൂറുകളോളമാണ് ഇന്റർനെറ്റ് സേവനവും ചാനൽ സംപ്രേഷണവും നിലച്ചത്. ഉപഭോക്താക്കൾക്കും ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഈ ഭാഗത്ത് സേവനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി വലിയ പരിശ്രമം തന്നെ വേണ്ടി വന്നുവെന്നും ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് കായംകുളം സിഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ബന്ധപ്പെട്ട കേബിൾ ഓപ്പറേറ്റർമാരും ആവശ്യപ്പെട്ടു. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം.